മോഹൻ വഗീസ, ഇനി നമുക്ക് അമേരിക്കയുടെ ഇടപെടൽ. ട്രംപ് അവകാശപ്പെടുകയാണ് അദ്ദേഹമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തലിൽ ഇടപെട്ടത് എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് ഞാൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുമായി ധാരാളം വ്യാപാരം നടത്താൻ പോവുകയാണ്, അതിനാൽ ഇത് നിർത്തുക. നിങ്ങളിത് അവസാനിപ്പിക്കുകയാണെങ്കിൽ നാം വ്യാപാരം ചെയ്യും, നിർത്തുന്നില്ലെങ്കിൽ ഒരു വ്യാപാരവുമില്ല. പൊടുന്നനെ അവർ പറഞ്ഞു ഞങ്ങൾ നിർത്താം. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അമേരിക്കയുടെ സഹായം ഭാരതം ഒരു ഘട്ടത്തിൽ പോലും അഭ്യർത്ഥിച്ചിട്ടില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസുമായിട്ട് പ്രധാനമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ വെടിനിർത്തൽ കാര്യങ്ങളൊന്നും ചർച്ചയായിട്ടേയില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാനാണല്ലോ വെടിനിർത്തലിനായി ഭാരതത്തോട് യാചിച്ചത്, അല്ലേ? പാകിസ്ഥാൻ തന്നെ ഒരുപക്ഷെ ഇക്കാര്യം അമേരിക്കയെ ധരിപ്പിച്ചിട്ടും ഉണ്ടാകാം. സ്വാഭാവികമായി ഞാനറിയാതെ ഒരു പ്രശ്നവും ലോകത്തെ ഒരു പ്രശ്നവും അവസാനിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ട്രംപ് ഒരുപക്ഷെ കയറി കൊത്തിയതായിരിക്കില്ലേ ഇതിൽ? അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ? എന്തായിരിക്കാം യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ റോൾ? എന്തായിരിക്കാം? ശ്രീ അനിൽ, ഇമ്മിണി വലിയ ഒരു മമ്മൂഞ്ഞി, ഇതാണ് യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്. അത് ഓർപ്പിച്ചത് കൊണ്ട് അത് നമ്മളാകുമോ? അതാണ് 3 പ്രാവശ്യം കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് ട്രംപിൻ്റെ വായിൽ നിന്ന് അരുതാത്തത് വരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ട്വീറ്റിലൂടെയോ പ്രസ്താവനയിലൂടെയോ നയതന്ത്ര ബന്ധത്തിന് ചേരാത്ത, അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻഷിപ്പിന് ചേരാത്ത പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്പർ 1, ഹിസ് ക്ലെയിം 5 മണിയായപ്പോൾ വെടിനിർത്തൽ കരാർ വരുന്നു. 2 ദിവസം മുൻപ് അദ്ദേഹം 5:33 ആയപ്പോൾ, ഇന്ത്യൻ സമയമാണ്, അദ്ദേഹം ക്ലെയിം ചെയ്തിരിക്കുന്നു, ഞാൻ 2 രാജ്യങ്ങളോടും സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്, വെടിനിർത്തലുള്ള അന്തരീക്ഷം ഞാനാണ് ഉണ്ടാക്കിയെടുത്തത്. ക്ലെയിമാണ്. യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്സ്മാൻ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ ഇൻഡയറക്റ്റ്ലി ഉണ്ടെങ്കിൽ പോലും അത് പുറത്ത് പറയാതിരിക്കുക. പക്ഷേ അത് അക്നോളജ് ചെയ്യപ്പെടും. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ അത് ആത്യന്തികമായി അത് ഇൻഡയറക്റ്റ്ലി അക്നോളജ് ചെയ്യപ്പെടും. ഇന്ത്യയുടെ ഒരു വിദേശ നയത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ബൈലാറ്ററലിസം 72 മുതലുള്ള പോളിസിയാണ്. ഔപചാരിക വിദേശ നയത്തിൻ്റെ ഭാഗമാണ് ഉഭയകക്ഷി. അത് പാകിസ്ഥാനുമായിട്ടല്ല, ഏത് രാജ്യവുമായി തർക്കമുണ്ടെങ്കിലും നമ്മൾ അത് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് കൊണ്ടുപോകില്ല. ഒരിക്കൽ കൊണ്ടുപോയത് മതിയായി. നെഹ്റുവിൻ്റെ കാലത്തെ കൊണ്ടുപോയതിൽ നമ്മൾ ഖേദിക്കുന്നു. അത് നെഹ്റു തന്നെ മാറ്റി പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയാകട്ടെ 1965 നടന്നതുപോലെ റഷ്യയുമായി അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ മധ്യസ്ഥതയിൽ താഷ്കൻറ്റിൽ വെച്ച് ഉടമ്പടി ഒപ്പിട്ടതുപോലെ അല്ല, 72 മുതൽ ഒരു വിഷയത്തിനും ഭാരതം തേർഡ് പാർട്ടി മീഡിയേഷൻ മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല. അത് നമ്മുടെ നയമല്ല. അതാണ്. അപ്പോൾ അവിടെ ഇതറിയാവുന്ന ആളാണ് ട്രംപ്, ഇതറിയാവുന്ന ആളാണ് JD വാൻസ്, ഇതറിയാവുന്ന ആളാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. അപ്പം അവർ ഇടപെട്ട് തിരുത്തുന്നതിന് പകരം അവരെല്ലാം ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു വെച്ചതാണ്. ഒരിക്കൽ ഇന്ത്യയുടെ സ്ഥിരീകരണം വരുന്ന 6 മണിക്കാണ്. പക്ഷേ അത് കറക്റ്റായി വന്നു. പക്ഷേ അതിന് മുൻപ് തന്നെ പറഞ്ഞത് ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്നത് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടായി. പക്ഷേ അതിന് മറുപടി കൊടുക്കണം. അത് മറുപടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നതിന് മുമ്പേ മറ്റൊരു ആശയക്കുഴപ്പം കൂടി ട്രംപ് ഉണ്ടാക്കി. അതെന്താണ്? ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ് ബൈലാറ്ററലിസത്തിലൂടെ നമ്മൾ തർക്കങ്ങൾ പരിഹരിക്കും. പക്ഷേ കാശ്മീർ ഒരു തർക്ക വിഷയമല്ല. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണല്ലോ. ഇന്ത്യയുടെ വിഭാജ്യ ഘടകമായ കാശ്മീർ എങ്ങനെയാണ് തർക്ക വിഷയമാകുക? അപ്പോൾ കാശ്മീരിനെക്കുറിച്ച് ഒരു ടോക്ക് ഉണ്ടാവില്ല. ഉഭയകക്ഷി അടിസ്ഥാനത്തിലോ അല്ലാതെയോ ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇന്ത്യയുടെ ഭാഗമായ ഒരു വസ്തുവിനെക്കുറിച്ച്, ഒരു പ്രദേശത്തെക്കുറിച്ച്, ആളുകളെക്കുറിച്ച് കവലയിലിരുന്ന് ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇവിടുത്തെ ആഭ്യന്തര കാര്യമാണ്. ഇതൊരു ഇൻറ്റേർണൽ പാർട്ട് ഓഫ് ഇന്ത്യ. അതാണ്. മൂന്നാമതേയും ട്രംപ് കഴിഞ്ഞ ദിവസം മറ്റൊരു വെടിയും കൂടി പൊട്ടിച്ചു. ഞാനാണ് ഈ 2 രാജ്യങ്ങളെയും പറഞ്ഞൊന്ന് വിരട്ടിയത്. വ്യാപാര ബന്ധം, അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം നഷ്ടപ്പെട്ടാൽ ഇന്ത്യ പട്ടിണി കിടക്കും, പാകിസ്ഥാനും പട്ടിണി കിടക്കും. അവർ പേടിച്ച് വരണ്ട്, അച്ചായ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾ എന്തും ചെയ്യാം, ഞങ്ങൾ കരാറിൽ ഏർപ്പെടാം.
അങ്ങനെ ഉണ്ടായ വെടിനിർത്തലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പ്രയോഗങ്ങളാണ്. ഇതിനുള്ള മറുപടി കൃത്യമായി നരേന്ദ്രമോദി കൊടുത്തു. കാശ്മീർ സംസാരിക്കാൻ ഇന്ത്യ തയ്യാറല്ല. പക്ഷേ ഇന്ത്യ സംസാരിക്കില്ല എന്ന് പറയില്ല, സംസാരിക്കും. പറഞ്ഞുതരാം. സംസാരിക്കുന്നത് ഒന്ന്, പാക് അധിനിവേശ കാശ്മീരിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. രണ്ട്, പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളെക്കുറിച്ച് സംസാരിക്കും. പാകിസ്ഥാൻ ആർമിയും ഗവൺമെൻറ്റും തീവ്രവാദികൾക്ക് ചെയ്യുന്ന ഒത്താശകളെക്കുറിച്ച് സംസാരിക്കും. അതുമാത്രമല്ല, തീവ്രവാദികളെ കൈമാറാൻ തയ്യാറാണെങ്കിൽ അതും സംസാരിക്കും. സംസാരിക്കില്ല എന്ന നിലപാടൊന്നും ഇന്ത്യക്കില്ല. പക്ഷേ എന്ത് സംസാരിക്കുമെന്ന് ഇന്ത്യ തീരുമാനിക്കും. ഇതിൻ്റെ പേരാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. നമ്മുടെ വിദേശ നയത്തിൻ്റെ ഭാഗമാണിപ്പോൾ. പണ്ടങ്ങനെ ആയിരുന്നില്ല. തന്ത്രപ്രധാനമായ പരമാധികാരമാണ്, സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. ഇതനുസരിച്ച് ഇന്ത്യ പ്രവർത്തിക്കൂ. അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന്, ട്രംപിനോട് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുക. ഒന്ന്, അത് ഇൻഡയറക്റ്റായിട്ടാണ് പറയുന്നത്, ട്രംപ് അല്ല, ഇത് ഇന്ത്യ തീരുമാനിച്ചതാണ്. ആരും ക്ലെയിം എടുക്കാൻ ഇങ്ങോട്ട് വരണ്ട, അതാണൊന്ന്. രണ്ട്, നിയന്ത്രണ രേഖ എന്നത് ലൈൻ ഓഫ് കൺട്രോൾ. അങ്ങനെ ഒരു കാര്യമുണ്ടോ ഇനിയും? ഇല്ലല്ലോ. പാകിസ്ഥാൻ ഏകപക്ഷീയമായി 1972 സിംല കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയല്ലോ. ദർ ഈസ് നോ ലൈൻ ഓഫ് കൺട്രോൾ. അതിനർത്ഥം ഇന്ത്യ ഹാസ് ദി ഓപ്ഷൻ ടു മൂവ് അക്രോസ് ദി LOC എന്ന് പറഞ്ഞാൽ LOC ഇല്ല, ഇല്ലാത്ത ലൈൻ എങ്ങനെ മറികടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ ഒരു ഓപ്ഷൻ ഇന്ത്യ നിലനിർത്തി. അത് വ്യക്തമായ സൂചനയാണ്. അതാണ് നമ്മളൊരു പ്രസ്താവനയെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തെ രാജ്യത്തോടായി പ്രധാനമന്ത്രി ചെയ്യുന്ന അഡ്രസ്സിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ചിത്രമാണ് വരുന്നത്. മൂന്നാമത്തേത്, ഒരു കരാർ ഉണ്ടായിരുന്നല്ലോ 1960 നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സിന്ധു നദീജല കരാർ. അതിൽ നിന്നും ഭാരതം തൽക്കാലം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് പുനരുജ്ജീവിപ്പിക്കണോ വേണ്ടായോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനം നിങ്ങൾ എങ്ങനെയാണ് ഭീകരതയെ അവിടെ നേരിടുന്നത്, അതനുസരിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ടാണ് രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ല. ടെറർ ആൻഡ് ട്രേഡ് വിൽ നോട്ട് ഹാപ്പൻ ടുഗെദർ. അതുമാത്രമല്ല, ടെറർ ആൻഡ് ടോക്ക് വിൽ നോട്ട് ഹാപ്പൻ. നിങ്ങൾ ആയുധം താഴെ വെക്ക്, നിങ്ങൾ തീവ്രവാദികളെ സഹായിക്കുന്നിടത്ത് നമുക്ക് സംസാരിക്കാം. കണ്ടീഷണലാണ്. എനി ടോക്ക് ഡൺ ബൈ ഇന്ത്യ ഇൻ ദ ഫ്യൂച്ചർ വിൽ ബി കണ്ടീഷണൽ. അതുകൊണ്ടാണ് അമേരിക്കയോട് അഭിപ്രായം ചോദിച്ചില്ല. അമേരിക്കയുടെ അഭിപ്രായം ഇവിടെ വേണ്ട. മറ്റ് കാര്യങ്ങളിൽ ആഗോള താപനത്തെക്കുറിച്ച് നമുക്ക് വേണേൽ സംസാരിക്കാം, മറ്റ് ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ ഇത് ഞങ്ങളുടെ കാര്യമാണ്, ആഭ്യന്തര കാര്യമാണ്. അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ നരേന്ദ്രമോദിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നപ്പോഴാണ് ആശയക്കുഴപ്പം മാറിയത്. പക്ഷേ ആശയക്കുഴപ്പം മാറിയെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉണ്ടാകും. സേനാപതി വേണുവിൻ്റെ പാർട്ടി അതാണ് ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത്. അതൊരു 3-3.5 വർഷം അല്ലെങ്കിൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പ് വരെ 2029 നടക്കുന്ന അമേരിക്കൻ വിധേയത്വം അല്ലെ സോക്കോൾഡ്. അതെ, ഇത് മാറിയ സാഹചര്യത്തിൽ അമേരിക്കയുമായി ഇപ്പോൾ ട്രേഡ് നെഗോസിയേഷൻ നടക്കുകയാണ്. ഒരു സമഗ്ര ഉഭയകക്ഷി വ്യാപാര കരാറിൻ്റെ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ ട്രംപ് പറയുന്നത്, ഞാനൊരു ഡീലറാണ്, ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാനൊരു ഡീലറാണ്. ഈ നയതന്ത്ര ബന്ധവും ഡീലാണെന്നാണ്. ഇദ്ദേഹത്തിന് ഡീൽ എന്നൊരു വാക്ക് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ. എന്തും ഞാനങ്ങ് ഡീൽ ചെയ്ത് കളയും. പക്ക കച്ചവടക്കാരൻ്റെ സംസാരമാണ്. ഒരു സ്റ്റേറ്റ്സ്മാനായി ഒരു കച്ചവടക്കാരിൽ നിന്നും ഒരു നേതാവ് സ്റ്റേറ്റ്സ്മാനായി വളരുമ്പോഴാണ് ലോകം ആദരിക്കുന്നത്. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറ്, ഇവിടെ നമുക്കറിയാം നരേന്ദ്രമോദിയുടെ ഒരു പൊസിഷൻ ഇപ്പോഴും എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി ഈ കൊതിക്കറിവാണോ കാരണം? ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നുണ്ട് ട്രംപ് എൻ്റെ ഫ്രണ്ടാണ്, ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് മോദി എൻ്റെ ഫ്രണ്ടാണെന്ന്. പക്ഷേ ആ ഒരു സൗഹൃദം ഈ ഒരു ഇഷ്യൂവിൽ അത് വന്നോ എന്നുള്ള പ്രകടമായോ എന്നുള്ള സംശയം ബാക്കിയാവുകയാണ്. അങ്ങനെ തോന്നുന്നില്ലേ? ഇനിയിപ്പോൾ എൻ്റെ ഒരു സ്ഥാനം അപ്രസക്തമാകുന്നു എന്ന തോന്നലിൽ നിന്ന് ഉടലെടുത്തതായിരിക്കുമോ ട്രംപിൻ്റെ ഈ അവകാശവാദം? എനിക്ക് തോന്നുന്നത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പൊതുവെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നരേന്ദ്രമോദി എന്ന വ്യക്തിയല്ല, ഹീ ഈസ് റെപ്രസെൻറ്റിങ് 142 crores of people. ഡൊണാൾഡ് ട്രംപ് ഈസ് റെപ്രസെൻറ്റിങ് 32 crores of people. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.
അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന ഭാരതം, ശക്തമായ ജനാധിപത്യ അടിത്തറയുള്ള അമേരിക്ക, അതിൻ്റെ നേതൃത്വം, ഈ നേതൃത്വങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. എത്ര വലിയ എക്കോണമിയാണ് അമേരിക്ക എന്നത് വിഷയമല്ല. കാരണം ഇതൊരു ഇന്ത്യയുടെ ഒരു വളർന്നു വരുന്ന ഭാരതത്തിൻ്റെ ഇൻ്റർനാഷണൽ പൊസിഷനിങ് എന്നത് വളരെ കൃത്യമാണ്. നമുക്ക് ഇന്ത്യ ഒരു നേതാവിൻ്റെ ക്വാളിറ്റി എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ സ്റ്റേച്ചറല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ പൊസിഷൻ ചെയ്യാനും ഷോക്കേസ് ചെയ്യാനും ദിശാബോധത്തോടു കൂടി നയിക്കാനും കഴിയണം. നയവ്യതിയാനം ആവശ്യമുള്ളപ്പോൾ രാജ്യത്തിൻ്റെ ജനതയെ, പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ദിശാബോധം നൽകാൻ കഴിയണം. ദാറ്റ് ഈസ് കോൾഡ് ലീഡർഷിപ്പ്, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. അത് കാട്ടുന്ന ഒരു നേതാവ് നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധി മുൻകാലങ്ങളിൽ കാട്ടിയിരുന്നു, ജവഹർലാൽ നെഹ്റു കാട്ടിയിരുന്നില്ല എന്ന് പറയുന്നില്ല. അബദ്ധങ്ങൾ കാട്ടിയിട്ടുണ്ട്, മുൻകാലങ്ങളിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ശക്തമായി ശത്രുവിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്, അതത് സമയത്തുള്ള പൊട്ടൻഷ്യൽ അനുസരിച്ച്. പക്ഷേ മോദി ഒരു കാര്യം കൂടെ കൂട്ടി പറഞ്ഞു, ഇപ്പോൾ വൈകി പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ ശക്തിയാണ് നമ്മുടെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. ആ ശക്തി വൈദേശിക സഹകരണം മാത്രം ഉപയോഗിച്ച് നേടിയെടുക്കേണ്ടതല്ല, ഇൻറ്റേർണലി നമ്മുടെ ആ ഒരു ശക്തി സമാഹരണം ഉണ്ടാകണം. ഇന്ത്യയുടെ ഡയസ്പോറ വലിയ രീതിയിൽ അത് പ്രവർത്തിക്കുന്നു, നമുക്കൊരു ഗുഡ് വിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. ഇൻറ്റേർണലി ഇൻഡിജനൈസേഷൻ ഓഫ് ദ വെപ്പൺ സിസ്റ്റം. വിദേശത്തു നിന്ന് നമുക്ക് സോഴ്സ് ചെയ്യുന്ന വെപ്പൺസ് ഉണ്ട്, അതിൻ്റെ പ്രഹരശേഷി നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല, ന്യൂ ടാക്ടിക്സ് എവറി ടൈം ഇന്ത്യ അഡോപ്റ്റ്സ് എ ന്യൂ ടാക്ടിക്. ഇപ്പോൾ നോക്കൂ, പാകിസ്ഥാൻ്റെ എയർ ഫീൽഡ് അല്ലെങ്കിൽ വ്യോമ അതിർത്തി ഭേദിക്കാതെ ഇന്ത്യയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മിസൈലുകൾ അയച്ചാണ് 9 ഭീകര കേന്ദ്രങ്ങളെ തകർത്തത്. അതുമാത്രമല്ല, പിന്നീട് നടത്തിയ ആക്രമണങ്ങളും കടലിൽ നിന്നും കരയിൽ നിന്നുമുള്ള വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ വ്യോമ അതിർത്തി ലംഘിക്കാതെ നടത്തി. പ്രിസിഷൻ സ്ട്രൈക്കാണ്, നോ കൊളാറ്ററൽ ഡാമേജ്. അത് എണ്ണിപ്പറയുന്നു സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും എണ്ണിപ്പറയുന്നു. എത്രയെല്ലാം വ്യാജ പ്രചരണം നടത്തിയാലും ആക്രമിക്കാൻ ഇന്ത്യ ഉദ്ദേശിച്ച കേന്ദ്രങ്ങൾ കൊളാറ്ററൽ ഡാമേജ് ഇല്ലാതെ ആക്രമിക്കാനുള്ള വിദ്യ, സാങ്കേതിക വിദ്യ, അതിനുള്ള ട്രെയിനിങ്, അതിനുള്ള സ്കില്ല് ഇന്ത്യ ആർജിച്ചിരിക്കുന്നു. ഇത് ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ വെപ്പൺസിൻ്റെ പ്രഹരശേഷി മാത്രമല്ല, നമ്മുടെ ഒരു വില്ലിങ്നെസ്, എബിലിറ്റി ആൻഡ് സ്കിൽ, ഇതെല്ലാം തന്നെ ലോകരാജ്യങ്ങൾ കാണുന്നുണ്ട്. പുതിയ അനുഭവമാണ്. അതുകൊണ്ടാണ് ന്യൂ ലുക്ക് ഇന്ത്യ ആൻഡ് ന്യൂ ലുക്ക് ഫോറിൻ പോളിസി ഫോർ ഇന്ത്യ. ഇത് ലോകത്തോടായി പറയാൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ യുദ്ധസമയത്താണ്. ഇത് പരമാവധി ഉപയോഗിച്ചു. അങ്ങനെയാണ് ലോക നേതാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കുറച്ചുകൂടെ ഗൗരവമായി ഇന്ത്യയെ പരിഗണിക്കും. ചൈനയ്ക്കാണ് ഏറ്റവും വലിയ അടി പറ്റിയതിനകത്ത്. ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ വെറും ഓലപ്പടക്കമായിരുന്നു എന്നും തെളിഞ്ഞു. PL-15 മിസൈലുകൾ തകർത്ത് ഭസ്മമാക്കിയില്ലേ, തവിട്ട് പൊടിയാക്കിയില്ലേ, പപ്പടം പോലെ പൊടിഞ്ഞു പോയില്ലേ. ഇന്ത്യയുടെ ആകാശങ്ങളിൽ വാണത് മുഴുവൻ ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളാണ്. ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ, സാം മിസൈലുകൾ, സർഫസ് ടു എയർ മിസൈലുകൾ, ഇതിൻ്റെ അപ്പം ഡിഫൻസീവ് കേപ്പബിലിറ്റി ഇന്ത്യ ഭംഗിയായി നമ്മുടെ വ്യോമ മേഖല അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നാം തരമായി പ്രവർത്തിച്ചു. മറുപക്ഷത്തെ ചൈനീസ് നിർമ്മിത, ടർക്കിഷ് നിർമ്മിത ആയുധങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധം അമ്പേ പാളിയിരിക്കുന്നു. ഈ ഒരു കമ്പാരിസൺ ലോകത്തിൻ്റെ മുമ്പിലുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാനൊരു അവസരമാണ് ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ ഒരു തർക്കം നമുക്ക് പ്രസൻറ്റ് ചെയ്ത് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, ഒരു അവസരം ലഭിക്കുമ്പോൾ മാത്രമല്ലേ നമുക്കിതിനെ ഷോക്കേസ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും കഴിയൂ. ആ അവസരം ലഭിച്ചു എന്നതാണ് ഇതിൻ്റെ പ്രധാന ടേക്ക് അവേ. സോ വി ഹാവ് ദ വില്ലിങ്നെസ്, വി ഹാവ് ദ എബിലിറ്റി, വി ഹാവ് ദ ഡിറ്റർമിനേഷൻ ടു ഡു ദാറ്റ്. മുൻകാലങ്ങളിൽ നമുക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്തില്ല, അത് ആക്ച്വലി പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോൾ അത് പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും പറയുന്നു, ഭാരതത്തിൻ്റെ നയം മാറിയിരിക്കുന്നു, പ്രതിരോധ പോളിസി മാറിയിരിക്കുന്നു. നമ്മുടെ വിദേശ നയത്തിൽ പക്ഷെ മാറ്റമുണ്ടായിട്ടില്ല. ബൈലാറ്ററലിസം എന്ന വിദേശ നയം അതുപോലെ തന്നെ. പക്ഷേ പാകിസ്ഥാനോടുള്ള അല്ലെങ്കിൽ തീവ്രവാദത്തോടുള്ള സീറോ ടോളറൻസ് ടു ടെറർ, അതിനെ യുദ്ധമായിട്ട് ഇനിയും കാണും. അത് വലിയൊരു മാറ്റമാണ്. ഇനി തീവ്രവാദാക്രമണമായിട്ടല്ല, യുദ്ധമായിട്ട് കാണും, യുദ്ധമായിട്ട് തന്നെ തിരിച്ചു ചെല്ലും. അതുകൊണ്ടാണ് ഒരു വെടിയുണ്ട വരുമ്പോൾ ഒരു പീരങ്കിയുണ്ട തിരിച്ചു ചെല്ലും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ദിസ് ഈസ് ദ മെസ്സേജ് ദാറ്റ് ഇന്ത്യ ഹാസ് ഗിവൺ ടു ദ വേൾഡ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് നീതി, നിയമം, അതുപോലെ സൈനിക ക്ഷമത, ഇതിൻ്റെ ത്രിവേണി സംഗമമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന്.